ഇനി ശോഭാ സുരേന്ദ്രനെതിരെ ഇ.പി. ജയരാജൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ്. വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ഇ.പി. ഫെലിക്സ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഫെലിക്സ് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണോ ഇപ്പോൾ ഇ.പി. കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? എന്താണ് പരാതി? തെരഞ്ഞെടുപ്പ് സമയത്താണ് ശോഭാ സുരേന്ദ്രൻ ഇ.പി. ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറാണെന്നും താനും ടി.ജി. നന്ദകുമാരുമായി സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊക്കെ തെറ്റാണെന്നും കള്ളപ്രചാരണമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നതെന്നും ഇ.പി. വ്യക്തമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായും ഇ.പി. ആരോപിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു, അങ്ങനെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ ടി.ജി. നന്ദകുമാറിനും ശോഭാ സുരേന്ദ്രനുമെതിരെ പോലീസിൽ ഇ.പി. പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് കോടതിയെ സമീപിക്കാനുള്ള ഇ.പി. ജയരാജന്റെ തീരുമാനം. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ഇ.പി. ബി.ജെ.പിയിൽ പ്രവേശനത്തിനായുള്ള ശ്രമം നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഇ.പി. മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്.